ഇത്രയും വോട്ട് ചെയ്ത ഒരാളുടെ വോട്ട് ഈ പറയുന്ന SIR പട്ടികയിൽ ഉണ്ടാവുന്ന ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം 18 വയസ്സായ സമയത്ത് നിർത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞു. എന്തൊരു എക്സസൈസ് ആയിരുന്നു. ഞാനൊക്കെ പോട്ടെ. ഇപ്പൊ 18 വയസ്സായ കുറെ ആൾക്കാർ വോട്ട് നിങ്ങൾ ചേർത്തിയില്ല, കുറെ ആളുകൾ വോട്ട് നിങ്ങൾ ചേർത്തിയില്ല. പഞ്ചായത്തിലേക്കും ചേർത്തു, നിയമസഭയിലേക്കും ചേർത്തു. ആ നിയമസഭയിലേക്ക് വോട്ട് ചേർത്തിയവരുടെ വോട്ടും ഈ പറയുന്ന പട്ടികയിൽ ഉണ്ടാവില്ല. അതും പിന്നെയും കൊടുക്കണം. അപ്പൊ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ എന്ത് തേങ്ങയ്ക്കാൻ പിന്നെ അവരിതിന്റെ ഇടയിൽ വോട്ട് ചേർത്താൻ വേണ്ടി ആൾക്കാരോട് പറഞ്ഞു. ഞാൻ ചെറുപ്പക്കാർ ചിരിക്കുന്നു. ചെക്ക് ഇങ്ങനെയൊന്നും പറയാൻ അവർ ചെയ്ത അങ്ങനെ ആയതിന്റെ പേരില്ല. ഒന്നാം പാട് ചെയ്യിപ്പിക്കണേ. ഞാൻ കഴിഞ്ഞിട്ട് പറയാൻ മതിയാവും. അത് ചെറുപ്പക്കാർ ഇപ്പോഴും വൈകിട്ട് തേങ്ങയില്ല. ഒന്നാം പാടിലെ സ്ഥാനാർത്ഥി. അപ്പൊ അത് വളരെ സീരിയസ് ആയി ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ വീടുകളിൽ പോകുമ്പോൾ സ്ഥാനാർത്ഥികളാണെങ്കിലും മറ്റാളുകളാണെങ്കിലും വോട്ട് ചെയ്യാനായി മറക്കരുത് എന്ന് മാത്രം പറഞ്ഞിട്ട് പോരണം. ഓക്കെ? അത് ശരി. ഓക്കെ അല്ല, ഇതും കൂടെ ചോദിക്കണം. SIRന്റെ ഫോം കിട്ടിയോ എന്നുള്ളത് ഓരോ വീട്ടിലും ചോദിക്കണം. കാരണം ഇപ്പൊ പുതിയൊരു പോളിസി കൂടെ വന്നിരിക്കുന്നത് എന്താ, BLO അല്ലാതെ BLലേക്ക് ഫോം തിരിച്ചു മേടിച്ചിട്ട് വരാതെ. അപ്പൊ ഇനിയിപ്പോ എന്താ ഉണ്ടാവാൻ പോണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഇനി ഉണ്ടാവാൻ പോകുന്ന അപകടം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഗൗരവത്തോടെ അതിന് കണ്ടേക്കണം. അല്ലെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടി അതായിരിക്കും. ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇല്ലാതാവും. ശരാശരി ഒരു നിയോജകമണ്ഡലത്തിൽ 10-30,000 വോട്ട് ഈ പറയുന്ന എല്ലാ പ്രക്രിയയും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ മിസ്സിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. 2002 മുതൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് വോട്ട് ചോദിക്കുന്നതിനോടൊപ്പം അവരുടെ ഗൗരവത്തോടൊരു ചോദ്യം, SIRന്റെ ഫോമുകളുടെ സംഭവം കൊടുത്തു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും ചോദിക്കണം. അതുകൂടെ ചോദിക്കുമല്ലോ. അപ്പോ സജീവമായ സംഘടനാ പ്രവർത്തനം നടത്തി നമ്മൾ ജയിക്കാനുള്ള കഠിനാധ്വാനം ചെയ്യുക. നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ജനങ്ങൾ ഇവിടെ ഒരു മാറ്റം അതുണ്ടാക്കിയാൽ അതിന്റെ പേരിൽ അവരെ നിരാശപ്പെടേണ്ടി വരില്ല. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായിരിക്കും എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഇലക്ഷന്റെ ഇടയിൽ ഒന്നും കൂടെ വരാം. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരണം. നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകണം. ഞാൻ സ്വകാര്യത്തിലൊന്നും പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകണം. കാര്യങ്ങളെല്ലാം നോക്കണം. ഒരാൾ ഈ തെരഞ്ഞെടുപ്പിന് കുറച്ച് ദിവസം ഉണ്ടല്ലോ, 2 ദിവസം കൂടെ വളരെ തെറ്റിപ്പോയി നിൽക്കട്ടെ പറയുന്നത് നമ്മളോട് വേണമെങ്കിൽ പോകണം. 2 ദിവസം അവിടെ നിന്ന് പോകണം. ഫുള്ളായിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമ്മുടെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നെ വിളിക്കാൻ സമയമായതുകൊണ്ട് ദക്ഷിണ സൂര്യനെ കാണിക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അടുത്ത പരിപാടിക്കും സമയത്ത് എത്താനുള്ള ശ്രമം നടത്തി നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ നിങ്ങൾ ഏറ്റു എന്നുള്ളത് ഞാൻ അടുത്ത യോഗത്തിൽ പോയി പറയും. ചക്കിട്ടപ്പാറക്കാർ ഏറ്റിട്ടുണ്ട്, അവരും ഏൽക്കണം എന്ന് ഞാൻ പറയും. നിങ്ങൾ ഏറ്റിട്ടുണ്ടോ? നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്റെ വാർത്തകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യു. നമ്മുടെ MP വളരെ തിരക്ക് ഉണ്ടെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു പരിപാടി, ഒരു കാര്യം കൂടി ചെയ്യാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന് ഒരു കാര്യം കൂടെ, നമ്മുടെ കുഴിത്തോട് പടിഞ്ഞാറേത്തറ റോഡിന്റെ കാര്യത്തിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിനടക്ക് പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു. ഞങ്ങള് രണ്ടുപേരും എൻവയോൺമെന്റ് മിനിസ്റ്ററെ, പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക്, പ്രൊജക്ട് വരുന്ന മുറക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ആ മന്ത്രിയെ നേരിട്ട് പോയി കാണുന്നതായിരിക്കും. ഒപ്പം നിരന്തരം അതിന്റെ ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. ആ കാര്യത്തിലും യോജിച്ച് വയനാട് MP, ഇതിന്റെ അപ്പുറത്ത് വയനാട് MP ആണല്ലോ, യോജിച്ച് തന്നെ 2 മന്ത്രിമാരെയും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിനടുത്ത് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കാം എന്നുകൂടെ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കഴിഞ്ഞ് ശേഷമേ പോകാവുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്.